മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായ ടി.യു. കുരുവിള അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായ ടി.യു. കുരുവിള അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 2006 വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിൽ 1 കൊല്ലത്തോളം പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. 2006 പി.ജെ. ജോസഫ് രാജിവെച്ചതിനെ തുടർന്നാണ് മന്ത്രിപദത്തിലെത്തിയത്. എന്നാൽ 1 കൊല്ലത്തിനു ശേഷം രാജകുമാരി ഭൂമിയിടപാട് വിവാദത്തിന് പിന്നാലെ കുരുവിള രാജിവെച്ചു. കോതമംഗലത്തെ ഊഞ്ഞപ്പാറ സ്വദേശിയായ ടി.യു. കുരുവിള 1936 സെപ്റ്റംബർ 13 ജനിച്ചത്. ഉതുപ്പും മറയവുമായിരുന്നു മാതാപിതാക്കൾ. 1964 മുതൽ 1978 വരെ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, കേരള ഹൗസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 2006-2011 വർഷങ്ങളിൽ കോതമംഗലം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി. ഇതിൽ 2006 LDF-ലും 2011 UDF-ലുമായിരുന്നു. MLA, മന്ത്രി എന്നീ നിലകളിൽ കോതമംഗലം മണ്ഡലത്തിന്റെ വികസനത്തിന് നിരവധി പദ്ധതികളാണ് കുരുവിള ആവിഷ്കരിച്ചത്. റോഡുകൾ, കുടിവെള്ളം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കർഷക പ്രശ്നങ്ങൾ എന്നിവയിൽ അദ്ദേഹം സജീവ ഇടപെടലുകൾ നടത്തി. രാഷ്ട്രീയ പ്രവർത്തനം കൂടാതെ മികച്ച സംഘാടകൻ, സഹകാരി, വ്യവസായി, ടൂറിസം സംരംഭകൻ തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കുരുവിളയ്ക്ക് കഴിഞ്ഞിരുന്നു. യാക്കോബായ സഭയുടെ അന്തോഖ്യ പാത്രിയാർക്കീസ് ബാവയിൽ നിന്ന് ഷെവലിയാർ, കമാൻഡർ, ബാറീത്തോ, ഷാറിറോ എന്നീ ബഹുമതികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സംസ്കാരം ഞായറാഴ്ച ചേലാട് ഡെന്റൽ കോളേജിൽ പൊതുദർശനത്തിനു ശേഷം ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചേലാട് ബസനിയ യാക്കോബായ പള്ളിയിൽ നടക്കും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.